ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു സൂപ്പർ ഇൻഫെച്ച്. നമ്മൾ കണ്ട് കുറേ നാളെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 10 മാസമെങ്കിലും ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് വീഡിയോ ഇടാമെന്നൊക്കെ വിചാരിച്ചിരുന്നത് +1 ആയപ്പോൾ +1 മുഞ്ചിരിക്കുക. ഇനി അങ്ങനെ നോക്കിയിരുന്ന ഒരു തേങ്ങ നടക്കില്ലെന്ന് മനസ്സിലായി ഞാൻ ഇനി മുതൽ വീഡിയോ ഇടാമെന്നുള്ള കാര്യം തീരുമാനിച്ചു. പിന്നെ ഞാൻ ഇനി മുതൽ ഫേസ് കാണിച്ച് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. ക്യാമറയ്ക്കും ക്വാളിറ്റി ഇല്ല, സാധനം ക്രിഞ്ചുവാന്ന് അറിയാം, പക്ഷേ സമയമാകുമ്പോൾ നമുക്ക് ശരിയാക്കാം. ഇന്ന് നമ്മൾ ജുജുത്സു കൈസൻ ചാപ്റ്റർ 264 ആണ് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ ചാനലിൻ്റെ പേര് ഭയങ്കര നീട്ടുള്ളതായതുകൊണ്ട് ഇനി മുതൽ നമ്മുടെ ചാനലിൻ്റെ പേര് കൊസാബി എന്നായിരിക്കും. എവിടെ നിന്ന് കിട്ടിയതെന്ന് ചോദിക്കരുത്, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഹലോ മാഡം, മീസ് വെൽക്കം ബാക്ക് ടു കൊസാബി. കുറച്ച് മാസങ്ങൾക്ക് ശേഷം വീണ്ടും ഞാൻ വന്നു. ഇനി എത്ര നാളത്തേക്ക് പോകുമെന്ന് എനിക്കൊരു പിടുത്തമില്ല. എന്തായാലും ഈ ക്യാമറേൻ്റെ ക്വാളിറ്റി കൊണ്ട് നിങ്ങളൊന്നും വിചാരിക്കേണ്ട. 5 വർഷം പഴക്കമുള്ള ഫോണിൽ നിന്ന് ഇതൊക്കെ കിട്ടുള്ളൂ. നമ്മളിന്ന് ചെയ്യാൻ പോണത് എന്തായാലും ചെയ്യാൻ പോയേ മറന്നുമില്ല. ജുജുത്സു കൈസൻ 264 ചാപ്റ്റർ ബ്രേക്ക് ഡൗൺ ആണ്. ബ്രേക്ക് ഡൗൺ ഒന്നും പറയണ്ട, നമ്മൾ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുള്ളൂ. ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ലൈക്കോട് മിക്സ് ചെയ്താൽ ചാനൽ മറക്കാതെ കാണണമെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. പിന്നെ നിങ്ങൾ ഇതിലോട്ട് ജുജുത്സു കൈസൻ്റെ മാങ്ക വായിക്കാത്തവരാണെങ്കിലും ഇവിടെ എത്താത്തവരാണെങ്കിലും അവർക്ക് ഞാൻ പിന്നെ വല്ല എക്സ്പ്ലെയിൻ ചെയ്യാറ്. ഇപ്പം അതിന് സമയമില്ല. ഇപ്പം ഞാൻ ഈ ചാപ്റ്റർ 264 മാത്രമേ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണുള്ളൂ. ഫസ്റ്റത്തെ പാനലിൽ തന്നെ നമ്മൾ കാണുന്നത് 236 ഏഞ്ചൽ സൂക്കണേൻ്റെ മേത്ത് ജേക്കബ്സൺ ലാഡർ മാക്സിമം ഔട്ട്പുട്ടിൽ ഇടണമെന്നാണ്. സാധാരണ പോലെ എല്ലാ പ്രശ്നം നടക്കുന്ന രീതി സൂക്കണ അതും ഡോട്ട് ചെയ്യാം. ഞാൻ പുള്ളിക്കാരൻ താഴെ ആഞ്ഞൊരു കുത്തിയിട്ട് കുറേ കല്ലുകളുണ്ട്, ആ കല്ലുമേക്കടെ ചാടി പോയി. എവിടുത്തെ ലോജിക്കാന്ന് എനിക്കൊരു പിടുത്തമില്ല, പക്ഷേ മാങ്കയല്ലേ നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ ഫുൾ സൂക്കണ ഫ്ലെക്സിങ് ആണ്. ഒരുമാതിരി ജുജുത്സു കൈസൻ സൂക്കണ കൈസൻ ആക്കേണ്ട വരുമായിരിക്കും. എവിടെന്നാ കൊടുക്കണ ആൾക്കും കിട്ടുന്ന ആൾക്കും ഒരു പിടുത്തമില്ലാത്ത ഇതാണ്. സൂക്കണ ചാവാറോ അതിന് തിരിച്ചു വരും, അമ്മാതിരിയുള്ള അവസ്ഥയാണ് നടക്കണത്. അങ്ങനെ ഏഞ്ചലിൻ്റെ മേളിൽ കയറിയിട്ട് ബ്ലാക്ക് ഫ്ലാഷ് കൊടുക്കാൻ പോകുമ്പോൾ ടോഡോ ഫ്രണ്ടിൽ കയറും. അതുകൊണ്ട് മാത്രം ഏഞ്ചൽ അവിടെ രക്ഷപ്പെടും. അതിന് സൂക്കണ ടോഡോനോട് പറയും, നീയാണ് ശരിക്കുള്ള ജുജുത്സു സോഴ്സ്. അങ്ങനെ പോയിട്ട് തല്ലാണ്ടിരിക്കൊന്നുമില്ല, ഫ്രണ്ടിൽ സൂക്കണ ഇരിക്കണേ. അപ്പം എന്തായിരിക്കും അവസ്ഥ? ഒരടി രണ്ടുപേരും 2 ബിൽഡിങ് ലേസർ അടിച്ച് അതിന് പോയി നോക്കൗട്ടായി. പിന്നെ ആ ജേക്കബ്സൺ ലാഡർ മാക്സിമം ഔട്ട്പുട്ടിലാകുമ്പോൾ എല്ലാവരുടെ അടുത്തൊരു സ്പ്രെഡായി, എല്ലാവരും വീക്കായി. ഇപ്പോൾ യുജിയും വീക്കായിട്ടുണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ നോക്കിയപ്പോൾ എന്താ, യുജി സൂക്കണയുടെ പിന്നാലെ ചാടി വന്നു. അതാണ് ഇവിടുത്തെ അവസ്ഥ. ഒരുമാതിരി സൂക്കണയ്ക്ക് എത്ര അടി ഇട്ടാലും ചാവാത്തതിരി ഇപ്പം യുജിക്ക് എത്ര അടി ഇട്ടാലും ചാവില്ല, അമ്മാതിരി അവസ്ഥയാണ് നിൽക്കുന്നത്. അങ്ങനെ യുജി സൂക്കണനെ ഒരു ഇടി കൊടുത്തിട്ട് കാലേ വരെ നിലത്തടിച്ച്. അപ്പം നമ്മൾ വിചാരിക്കും യുജി ജയിക്കാറായെന്ന്. അപ്പോഴാണ് കാണുന്നത് കുറേ സാക്രിഫൈസ് വെറുതെയായി. എന്നുവെച്ചാൽ മാക്കി, ചോസോ, പിന്നെ ലോയറായിട്ടുള്ള പുള്ളിയില്ലേ, ആ പുള്ളിക്കാരനൊക്കെ എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരൻ ലെഫ്റ്റ് ഹാൻഡ് റീഗെയിൻ ചെയ്താൽ പിന്നെ എതിരാളി തീർന്നു. അതാണ് അവസ്ഥ. അപ്പം നമ്മൾ വിചാരിക്കും എല്ലാവരുടെ പോലെ തന്നെ യുജിയും തീർന്നു എന്ന്. പക്ഷെ ആ സമയത്ത് കാട്ടാണ് ഗോജോനെ. ഇപ്പോഴല്ല, മുന്നത്തെ പാസ്റ്റാണ് കാണിക്കണേ. ഡൊമൈൻ ചെയ്യാൻ വേണ്ടി എന്നൊക്കെ ചെയ്യണം അതൊക്കെ പഠിപ്പിക്കാനൊരു സീൻ ചെയ്തു. അതുപോലെ ഡൊമൈൻ പഠിച്ചിട്ടുണ്ടായി. എങ്ങനെ ഈ പുള്ളിക്കാരൻ്റെ അടുത്ത് ബോഡി സ്വാപ്പ് ചെയ്ത് പുള്ളിക്കാരൻ പഠിച്ചിട്ടുണ്ടായി. അവസാനം യുജി ഡൊമൈൻ എക്സ്പാൻഷൻ ഉപയോഗിച്ചു. പക്ഷെ ഡൊമൈൻ തന്നപ്പോൾ യുജിൻ്റെ ഹാൻഡ്സ് ഈ സാധനമായിരുന്നു. കണ്ടോ? ഇതിൻ്റെ അർത്ഥം എന്താണെന്നൊന്നും എനിക്കറിയില്ല. അർത്ഥം എന്താണെന്ന് വെച്ചാൽ പല ഗോജോൻ്റെയും ഇതിൻ്റെയൊക്കെ ഹാൻഡ്സിന് കുറേ അർത്ഥമുണ്ടെന്ന് ഞാൻ എവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആണ് പറഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയില്ല. യുജി അവസാനം ഡൊമൈൻ എക്സ്പാൻഷൻ ഉപയോഗിച്ചപ്പോൾ യുജി ഒരു റെയിൽവേ സ്റ്റേഷനിലാണ് എത്തിയത്. ഫാൻസൊക്കെ പറയണത് ഗോജോയും ഗെറ്റോയും നനാമിയും ഒക്കെ ഗോജോ മരിച്ചപ്പോൾ ഉണ്ടായിരുന്ന ഒരു റെയിൽവേ സ്റ്റേഷനാണ് ഇരിക്കണേന്ന്. അപ്പം ചിലപ്പോൾ അവിടെ സൂക്കണയും യുജിയും പറയാൻ പറ്റില്ല. ഇറ്റ്സ് ജുജുത്സു കൈസൻ. ഇത് ചാവേണ്ടവർക്ക് ചാവാം, ആ രീതിയിലാണ് നടക്കണേ. അത് ഞാൻ അവിടെ ഇരിക്കുന്ന സൂക്കണേനെ യുജി വിളിച്ചുകൊണ്ട് പോകുമ്പോൾ അപ്പോഴാണ് നമ്മൾ കാണുന്നത് സൂക്കണ മെഗൂമിയുടെ ബോഡിയിലുള്ളതല്ല, യുജിൻ്റെ ബോഡിയിലുള്ള സൂക്കണയാണ് അവിടെ ഇരിക്കണേന്ന്. എനിക്ക് തോന്നുന്നത് ഓരെന്താണെന്ന് വെച്ചാൽ ഈ ലോയർ ഉപയോഗിച്ച ഡൊമൈനില്ലേ, അതിനകത്ത് ജഡ്ജ്മെൻറ്റ് പാസ്സായാൽ മാത്രം ചെയ്യാവുന്ന ഒരു ഡൊമൈൻ അതുപോലെ. അല്ലെങ്കിൽ ആ ഡൊമൈൻ്റെ അത് പെട്ട് 2 പേരെങ്ങാനും എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവും. എന്നുവെച്ചാൽ ഇത് എന്തായാലും ലാസ്റ്റ് ആവാറായി. ഇനി യുജിയും സൂക്കണയും മാത്രമേ ഉള്ളൂ. 1v1 ആണ് ഇനി മൊത്തം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയണത്. എനിക്കറിയില്ല, എന്തായാലും ബ്രേക്കില്ല. അതുകൊണ്ട് എന്താ നടക്കണത് നമുക്ക് അടുത്ത ആഴ്ച ഇനി അറിയാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, നിങ്ങൾക്ക് പറ്റുന്നതൊക്കെ ചെയ്യുക. കമൻ്റ് ഇടരുത്, അങ്ങനെ കിട്ടാൻ ഞാൻ ഓഫ് ചെയ്ത് തരും. ഒന്നാമത് ക്രിഞ്ചാന്നറിയാം, എന്നാലും ഒരു സേഫ്റ്റിക്ക്. അപ്പോൾ ഓക്കെ, ബൈ.
ഇനി എന്തെങ്കിലും എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണാം. അപ്പം